ഡീസൽ ഉടനെ തന്നെ അടിക്കണം. റിസർവ് ആയിട്ട് 10-70 കിലോമീറ്റർ ഓടി കേട്ടോ. ഹുബ്ലി ഹുബ്ലി 21 കിലോമീറ്റർ, ധാർവാഡ് 32 കിലോമീറ്റർ. ഏറ്റവും അടുത്ത് കാണുന്ന പമ്പിൽ കയറ്റിക്കോ. പുതിയൊരു അമ്പലം പണിയുന്നതെന്ന് തോന്നേ. അതിന്റെ ഫ്രണ്ടിലും പുറകിലും ഉണ്ട് കാളവണ്ടിയൊക്കെ. കാളയും കാളവണ്ടിയാ. അയ്യോ പട്ടി ഓടിക്കുന്നുണ്ടോ കുരങ്ങനെ? ചേച്ചി ചേച്ചി ഇപ്പം വന്ന് ഡോർ തുറന്നത് നന്നായി. അതിനാ അല്ല ഇപ്പൊ നിങ്ങള് ശവം കണ്ടേ? അതിനാ എന്നെ ഇപ്പൊ ആന ചവിട്ടി കൊന്ന കണ്ട. ഞാൻ അവന്റെ ജീവൻ രക്ഷിച്ചു ഇപ്പൊ കേട്ടോ. ഞാനതിങ്ങനെ വായൊക്കെ തുറന്ന് പകുതിയായിരിക്കുമായിരുന്നു, കരയാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുക. അല്ല ഞാൻ എങ്ങനെ വണ്ടിക്കകത്ത് ആന വന്ന് കയറിയതല്ലേ? വണ്ടിക്കകത്ത് ഞാൻ ഉറങ്ങി സ്വപ്നത്തിൽ കണ്ടതെന്ന്. നല്ല നല്ല സ്വപ്നം കാണാനുള്ളതിന്. കഴിഞ്ഞ ദിവസം ജോബി ഇത് തന്നെയായിരുന്നു. അതെ, ആന പിടിക്കാൻ വന്നൊക്കെയാ ജോബിയും പറഞ്ഞേ. ആനയും പാമ്പും ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ ഉള്ളതാണ്. ചവിട്ടാൻ കാലെടുത്ത് പൊക്കിയതേ ഉള്ളൂ. അന്നേരം ഡോറ് തുറന്നപ്പോ ഡോറ് തുറന്നു ചാടിയായിട്ട് അന്നേരം വല്ല നല്ല സ്വപ്നം കുഴപ്പമില്ല. എന്നാ ഞാൻ പറഞ്ഞേനെ, ഞാൻ ജീവൻ രക്ഷിച്ചില്ലേ, ഒന്നുമല്ലല്ലോ. ചേച്ചി ഡോറ് തുറക്കുമ്പോൾ ഞാൻ കാറും കൂടെ ആയിരുന്നു. ചേച്ചി ചിലപ്പോൾ ഡോർ അടച്ച് വെച്ചിറങ്ങി ഓടിയാ. കടലയും കൊണ്ട് എത്ര ട്രാക്ടറുകളാണ് വരുന്നത്. ഇപ്പോഴേ കടലയുടെ സമയം തോന്നുന്നു. എല്ലാ വീടിന്റെ വാതിക്കലും കടലയുണ്ട് കുറെയെങ്കിലും. ഇതല്ലേ പോന്നെ? ആ കടല മൊത്തം എന്നാ പറ്റി കരിഞ്ഞു പോയി. വെള്ളം ഇല്ലാഞ്ഞിട്ടാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ നമുക്ക് ഡീസൽ അടിച്ചോണ്ട് പോവാം. ഇത് പമ്പാണോന്ന് തന്നെ സംശയം. പമ്പ് തന്നെ അങ്ങോട്ട് കയറി. അതെ, എത്ര ലിറ്റർ അടിക്കണം? മാഗി ചെല്ലാനുള്ള അടിച്ചാൽ മതി കേട്ടോ. അപ്പൊ മെയിൻ ഡ്രൈവർ കണക്ക് കൂട്ടിയിട്ട് എത്ര അടിക്കണം നോക്കിയിട്ട് പറഞ്ഞു. ഒരു 150 ലിറ്റർ അടിച്ചോണ്ട് പോവാം. ഇവിടെ 87 രൂപ 68 പൈസ. ഞാനൊന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേനും ക്യാമറാമാൻ ഡ്രൈവിംഗ് സീറ്റ് അടിച്ചു മാറ്റിയിരിക്കുന്നു. എന്നിട്ട് മിണ്ടാതെ അവിടെ കയറി ഇരുന്നല്ലേ ഉള്ളൂ. അല്ല ഞാൻ ഓടിക്കാന്ന് പറയല്ലോ. ഇതപ്പം വഴി ഇച്ചിരി മോശം, ചെറിയ വഴിയൊക്കെ ആയതുകൊണ്ട്, സിംഗിൾ വഴിയൊക്കെ ആയതുകൊണ്ട് എന്നാ പിന്നെ ഓടിച്ചോട്ടെന്ന് വെച്ചല്ലേ. ഹുബ്ലി 10 കിലോമീറ്റർ, ഔട്ടർ റിംഗ് റോഡ് 2 കിലോമീറ്റർ. ഔട്ടർ റിംഗ് റോഡ് വഴിയാണ് നമുക്ക് പോകണ്ടേ. ഈ ചായയും കൊണ്ട് ഇവിടെ മാത്രം ഇങ്ങനെ നിൽക്കുന്നതുണ്ടല്ലോ അല്ലേ? ഇതുപോലെ ഇവിടെയുള്ള എല്ലാ കടകളുടെ ഫ്രണ്ടിലും ഉണ്ട് ചായക്കാരൻ. ഇപ്പോഴേ ഹുബ്ലി ബൈപ്പാസ് ആയതുകൊണ്ട് ഹുബ്ലി ടൗണിൽ പോകാതെ ഇവിടെ നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് പോകാം. ഒരു ടൗണിൻ്റെ തിരക്കൊന്നും ഇല്ലാതെ. അല്ലെങ്കിൽ ഈ ഹുബ്ലി കൂടെ പകല് പോകത്തൊക്കെ ഇല്ലായിരുന്നു, നോ എൻട്രി ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഇവിടുന്ന് തിരിഞ്ഞു പോവാം. നേരെ നേരെ പോയാൽ ഹുബ്ലി ടൗണിലേക്ക് പോകും. നമുക്കിതിലെ ലെഫ്റ്റിലേക്ക് പോവാം. ഇപ്പോൾ നമ്മുടെ ഒരു ഫോളോവറാണ്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകണം, ആ ഹൈവേയിലേക്ക് കയറണം. നേരെ അങ്കോള. നമുക്ക് അങ്കോള ചെല്ലണമല്ലോ. 4 ലൈനിൽ കയറണം. അങ്കോള ചെല്ലുമ്പോൾ നമ്മൾ എവിടെ ചെല്ലും? NH66. നമ്മുടെ 66 വണ്ടിയിൽ NH66ലേക്ക് കയറും. അതെ, ഹുബ്ലിയുടെ റിംഗ് റോഡ് കണ്ടോ, നല്ല നീണ്ടു നിവർന്ന് കിടക്കുന്നത്. ഫുൾ കോൺക്രീറ്റ് റോഡാ. ഇതാ താഴെ കാണുന്നെല്ലാം വറ്റൽമുളകാണ് നിൽക്കുന്നത്. ആ കാള തന്നെ അങ്ങനെ നടക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ? ഇത് കാലുണ്ടോ അതിൻ്റെ? ഇച്ചിരി സ്പീഡിൽ പോന്നതാന്ന് തോന്നുന്നു. അതെ, പൂനെ ബാംഗ്ലൂർ ഹൈവേ അത്. താഴെ കാണുന്നല്ലേ? താഴോട്ട് നോക്കിയ ഒരേ കളറിലെ ഒരുപാട് ആടുകൾ പോകുന്നു. അപ്പോൾ നല്ല അടിപൊളി കമുകുന്തോപ്പാണ്. ഇതിന് വലിയ പൊക്കമില്ലല്ലേ? അങ്കോള ഇനി ചെല്ലണമെങ്കിൽ 131 കിലോമീറ്റർ കൂടെ ഉണ്ട് കേട്ടോ. വൈകുന്നേരം ചെല്ലും, വൈകുന്നേരം 5-6 മണിയാവും. അപ്പോൾ നമ്മളിപ്പം ഹുബ്ലിയൊക്കെ കഴിഞ്ഞിട്ട് കൽഗഡിക്ക് റോട്ടിൽ കൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വഴിക്ക് ഇച്ചിരിയോട് വീതി കൂട്ടേണ്ട കാലമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതൊക്കെ 4 ലൈൻ ആവുമായിരിക്കും. ഏത് കാലത്താണോ ഇത് 4 ലൈൻ? പറയാൻ പറ്റില്ല. ഇവിടുന്ന് ഇപ്പോൾ അങ്കോള വരെയുള്ള ശരിക്കും ഈ വഴി 4 ലൈൻ ആണ്ട കാലം കഴിഞ്ഞാ. പുളിമരം 2 സൈഡിൽ നിൽക്കുന്ന അല്ലേ? എല്ലാം നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ ഇതുവഴി വരുമ്പോഴേ മയിലിനെയൊക്കെ കണ്ടിട്ടുണ്ട്. അതെ, മാനൊന്നുമില്ല, മയിലൊക്കെ ഉണ്ട്. മയിലും പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ കുരങ്ങനൊക്കെ കാണും. നമ്മളെ ഇന്നാളൊക്കെ ഇതുവഴി വരുമ്പോൾ എന്നാ പച്ചപ്പായിരുന്നു, നിറച്ച് കരിമ്പും ചോളവും ഒക്കെ ആയിട്ടേ എല്ലാ കൃഷികളും ഉണ്ടായിരുന്നു, നല്ല പച്ചപ്പായിരുന്നു. പക്ഷെ ഇപ്പം വേനൽ തുടങ്ങിയില്ലേ, ഇപ്പൊ ഒരു 2-3 മാസം 3-4 മാസം ഇങ്ങനെ ആയിരിക്കും. ഈ വഴിയിലോട്ട് കയറുമ്പോഴേ ഇഷ്ടംപോലെ കേരള വണ്ടികളൊക്കെ കാണുന്നതാണല്ലോ. നമ്മളെ നാട്ടിൽ നിന്ന് വന്ന് പൂനെ ബോംബെ ഒക്കെ പോവാണെങ്കിൽ അതിലൊരു ഷോർട്ട് കട്ട് ഉണ്ട് ധാർവാഡേക്ക് എല്ലാം. ആ ട്രാക്ടർ വരുന്ന വഴിക്ക് വഴി ഇപ്പൊ കുറച്ചെല്ലാം ശരിയായെന്ന് തോന്നുന്നു. കുറെ നാളായി അതിലെ പോയിട്ട്. ഇതുവരെ പോയില്ല. ഇനി ഒരു ട്രിപ്പ് അതിലേ പോയേക്കാം. മൊത്തം ഗ്രാമപ്രദേശങ്ങളിൽ കൂടെയാ പോകുന്നത്. അതുമല്ല വഴിയെല്ലാം മോശമാണ്. ഹുബ്ലി ചെല്ലണ്ട, ഹുബ്ലി ചെല്ലാതെ ധാർവാഡിലേക്ക് കയറാം.
മണ്ണാന്ന് തോന്നുന്നു മറ്റേ അല്ല അതുപോലെ എന്തോ സംഭവം, അതോ ഇനി കൽക്കരിയാണോന്ന് അറിയത്തില്ല. വണ്ടിയുടെ മുകളിൽ കൂടെ എല്ലാം പൊടിയിരിക്കുന്ന കണ്ടിട്ട് മറ്റേ മണ്ണാന്ന് തോന്നുന്നു. ഇരുമ്പയിര് ഇവിടുന്ന് ഖനനം ചെയ്യുന്നുണ്ടല്ലോ, അതെങ്ങോട്ടേലും കൊണ്ടുവന്നായിരിക്കണം. കോപ്പ സ്ഥലപ്പേരല്ലേ? ആ കോപ്പ. അതെ, ഇവിടെ ഒരു കടയുണ്ട്. നമ്മള് മിക്കവാറും വരുമ്പം കാപ്പ് കുടിക്കാനൊക്കെ കയറുന്ന ഇവിടെ. അവിടെ നല്ല പാർക്ക്. ആ പുറകിലേക്ക് നല്ലേ അടിപൊളി പാർക്കിംഗ് സൗകര്യമൊക്കെ ലോറിയൊക്കെ, വാഷ്റൂമും എല്ലാം ഉണ്ട്. നമ്മളെ ഇവിടുന്ന് പോലെ ചെല്ലുമ്പോ അങ്കോള ചെല്ലുമ്പോഴേ അവിടെ ആ പാലത്തിന്റെ അടിയിൽ നല്ല മാങ്ങാപ്പഴം കിട്ടുമല്ലോ. ഒരു എപ്പോഴാ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ. അതോ വലിയ മാങ്ങ ഉണ്ടോ? എനിക്ക് ഒന്ന് ഒരെണ്ണം ഒരു കിലോയ്ക്കൊക്കെ മുകളിലുള്ള സൈസ്. അതെ, അത് 2-3 സൈസ് ഉണ്ട്, പല സൈസ് ഉണ്ട്. എല്ലാം നല്ല മാങ്ങയാണ്. നമ്മള് കൽഗടിക്ക് സിറ്റി എടുക്കാറായി അല്ലേ? ഇപ്പൊ നല്ല സിറ്റിയില് നല്ല തിരക്കുണ്ടല്ലോ ഇന്ന്. അതെ, എല്ലാപ്പോ 41 കിലോമീറ്റർ. കുറെ ഹോട്ടലുകളൊക്കെ ഉണ്ട്. ഇവിടെ മീൻ ഫ്രൈ ഒക്കെ കിട്ടും കേട്ടോ. മീൻ ഫ്രൈ കിട്ടുമോ? മീൻ ഫ്രൈ അവിടെ കിട്ടുന്നത് അതെന്നാ അറിയത്തില്ലോ, നോക്കാം. ഇത് കൽഗടിക്കിലെ മസ്ജിദാണ്. ഇന്നേ ഇവിടെ എന്തോ മാർക്കറ്റ് ദിവസമാണെന്ന് തോന്നുന്നു, അതാ ഇത്ര തിരക്ക്. ഇന്ന് നല്ല തിരക്കാട്ടോ. നല്ല തിരക്കുണ്ട് ഇവിടെ, അല്ലെങ്കിൽ ഇത്ര തിരക്കൊന്നും കാണുന്നതല്ല. ഇതല്ല, റൈറ്റ് സൈഡിലാണ് ബസ് സ്റ്റാൻഡ്, കൽഗടിക്ക് ബസ് സ്റ്റാൻഡ്. അല്ലേ, ബസ്സൊക്കെ കിടപ്പുണ്ട് ഇവിടെ. ഇന്ന് ബസ്സിലൊക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ. ബൈക്കൊക്കെ എന്തായാലും ഇരിക്കുന്നത് റോഡിന്റെ 2 സൈഡിൽ കൂടെ. അപ്പോഴേ നമുക്കിനി പഴയങ്ങഞ്ഞിയൊക്കെ കുടിച്ചിട്ട് നമ്മുടെ യാത്ര തുടങ്ങാം. അപ്പം അടുത്തൊരു കടയിൽ നിന്ന് ഞങ്ങൾ ഫിഷ് ഫ്രൈ ഒക്കെ മേടിച്ചു. നമ്മുടെ ബാങ്കട ഫിഷ്, അയല വറുത്തതും അയലക്കറി. പഴയങ്ങഞ്ഞി കുഴിച്ചിട്ടിട്ടല്ല, കുടിച്ചിട്ട്. എങ്ങനെയുണ്ട് പഴയങ്ങഞ്ഞി? പഴയങ്ങഞ്ഞിക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇത്രയും ടേസ്റ്റുള്ള സാധനം വേറെ ഏതാ ഉള്ളത്? ഇങ്ങോട്ട് നല്ല ചൂടാണ് കേട്ടോ. താഴെ അങ്കോളയിലേക്ക് ചെല്ലുമ്പം ഇനിയും ചൂട് കൂടും. രാത്രി ആയതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാം കഴുകി വെച്ചേക്കാന്നല്ലേ? എല്ലാം കഴുകി വെച്ചേക്കാം. ഇപ്പം ചൂടായോണ്ടേ ഇരുന്ന് ഉണങ്ങിക്കോളും എല്ലാം. അടുക്കള പൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഉത്തരവാദിത്തത്തോടെ കൈ വെച്ചാലും മതിയായിരുന്നു. ഗൃഹത്തിന്റെ താക്കോലേൽപ്പിച്ചു. നല്ല ചൂടല്ലായിരുന്നോ വെളിയിലിരുന്നിട്ട്? നല്ല ചൂടെന്ന് പറഞ്ഞാലേ വലിയ ടെമ്പറേച്ചർ ഒന്നും ഇല്ല, 32 ഉള്ളൂ. കുറേ ദിവസം 10-20 ദിവസമായിട്ട് പിന്നെ 4, 3, 5 ഒക്കെ അല്ലായിരുന്നു ടെമ്പറേച്ചർ. അപ്പോൾ പിന്നെ 10-32 വരുമ്പം നമുക്കൊരു ആവി എടുക്കും. അത് 2 ദിവസം കൊണ്ട് ക്ലിയർ ആയിക്കോളും. ഇതുണ്ട്, കരിമ്പ് ഇപ്പം വെട്ടി മാറ്റിയേ ഉള്ളൂ. എന്നിട്ട് വേറെ എന്തോ വിത്ത് വിതച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഇപ്പം എന്തിനാ വെള്ളം അടിക്കും? കരിമ്പിന്റെ കുറ്റിയാണോ? എന്നാ അതായിരിക്കും വെള്ളം അടിക്കുന്നത്. ഇനിയിപ്പോഴേ കേരള വണ്ടികളൊക്കെ കാണും. അതേ ഒരു വണ്ടി കേരള വണ്ടിയായിരുന്നു. നമ്മളെ അവിടെ കഴിച്ചോണ്ടിരുന്നപ്പോ 2-3 പേര് ഓൺ അടിച്ചിട്ട് പോയായിരുന്നു. കർണാടകയിലെ ചുടുകട്ടക്കളം, നല്ല കളറുള്ള കട്ട. ഓരോരുത്തർക്കും ഓരോ കളറാണോ ഇത്? അതെ, ഇവിടുത്തെ ഈ വീടുകളെല്ലാം കണ്ടോ, ഒരു ഓടിട്ട കുറേ വീടുകളുണ്ട്, നമ്മുടെ കേരളത്തിലെ വീടുകളൊക്കെ പോലെ. ഉണക്കായതിന്റെ തെളിവ് അങ്ങോട്ട് നോക്കിക്കേ, മരങ്ങളെല്ലാം അല്ലേ, ഇലയെല്ലാം പൊഴിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നു. അല്ലെങ്കിൽ ഇതിലേക്ക് പോകുമ്പോൾ എന്നാ പച്ചപ്പാ. ഇപ്പം നോക്കിയാൽ എല്ലാം കരിഞ്ഞുണങ്ങി കിടക്കുന്നു അല്ലേ? അതൊക്കെ കേരള വണ്ടിയാ. ഈ വഴിയിലോട്ട് കയറിയ പിന്നെ കേരള വണ്ടി കാണാൻ തുടങ്ങിയതല്ലേ? അതെ, ഇങ്ങോട്ട് അത്ര ഉണക്ക് ബാധിച്ചില്ല, ചെറിയ പച്ചപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഇതും താമസിയാതെ മൊത്തം ഉണങ്ങും, പേടിക്കണ്ട. അതെ, ത്രിലോക്, അതും കേരള വണ്ടി കേട്ടോ. പൈനാപ്പിൾ, ഇതെല്ലാം പൈനാപ്പിൾ വണ്ടികളാണ്. ഈ വനത്തിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ ഒരുപാടുണ്ട്. ഉണ്ടോ, ഒത്തിരി വീടുകളുണ്ട് കേട്ടോ. ഉള്ളിലോട്ടുണ്ട് വീടുകൾ ഒരുപാട്, ഇഷ്ടം പോലെ വീടുകളാണ്. എല്ലാം ഓടിട്ടാ വീടുകളാ. കടുവായൊക്കെ ഉണ്ട് കേട്ടോ. കടുവയുടെയൊക്കെ പടം വെച്ചിട്ടുണ്ട്. ഇതേ പണ്ട് നമ്മൾ ഒരു അപകടം കണ്ടതേ ഇവിടെ വെച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? അതിപ്പോ ഒത്തിരി നാളായില്ലേ? ഈ അപകടം ഓർത്തില്ലേ? ഞാൻ പറഞ്ഞില്ലേ നമ്മളന്ന് 2018 എങ്ങാണ്ട് വണ്ടി പോകുമ്പം ഒരു ലോറിയുടെ പുറകിൽ ഒരു സ്കൂട്ടർ ഇടിച്ച് 2 പേര് മരിച്ചേ. അതവിടെ അന്ന് ആദ്യമായിട്ട് ഒരു അപകടം ഇങ്ങനെ നേരിട്ട് കാണുന്നേ. അത് കൊള്ളാലോ, ജീവിതത്തിൽ അതിലും വലിയ അപകടങ്ങളൊക്കെ നടന്നിട്ടില്ലേ? എടാ, അതിലും വലിയ ദുരന്തമല്ലേ? ദുരന്തം ഏറ്റവും വലിയ അപകടം നടന്ന അത് ജലജയ്ക്കല്ലേ, എനിക്കല്ലേ അപകടം സംഭവിച്ചേ. ആദ്യം നിങ്ങൾ 2 പേരിൽ അതിലൊരു തീരുമാനം. നീ ഉടനെ ഒന്നും പറയണ്ട, മറക്കാൻ പറ്റാത്തൊരു ദുരന്തം. അതെ അതെ. എടാ, അതൊക്കെ ദുരന്തം എന്നൊക്കെ പറയാവോ? അതൊക്കെ ഒരു ഭാഗ്യ ദേവത വന്നായിട്ട് വേണ്ടേ കാണാന്. ആര് കാണണം? ആര് കാണണ്ടേ?
ഇത് സ്കൂളല്ലേ, ഇവിടുത്തെ സ്കൂളാണ്. ആ കിറുവത്തി എന്ന സ്ഥലപ്പേര്. കിറുവത്തി. ഫയർ ലൈൻ തെളിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയടേ ഉള്ളൂ, അങ്ങോട്ട് തെളിച്ച് വരുന്നോളെന്ന് തോന്നുന്നു. ആ ഇടയിലില്ല, എല്ലാരും തന്നെ ഉള്ളല്ലോ. വഴിയൊക്കെ അറിയായിരിക്കും എല്ലാരും വീട്ടിൽ. അതുകൊണ്ടോ മാവള്ളി, നമ്മുടെ ഇവിടുത്തെ പോലെ സ്ഥലപ്പേര്. നമ്മുടെ അവിടെ എവിടെ മാവള്ളി എന്നുള്ള? മാവള്ളി എന്നൊരു മലയാള സ്റ്റൈലല്ലേ പേര്? ആ. ഖാനാപ്പൂർ 93, കലിയാൽ 45, ബെൽഗാവി എത്ര 120, എല്ലാപ്പൂർ 6, കാർവാർ 103. ആ വഴിക്ക് ടോള് ലാഭിക്കാൻ ഡ്രൈവർമാർ പോകുന്ന ഒരു വഴിയാണ്. ഞാനിതുവരെ പോയിട്ടില്ല. ഇനി ഒരു ട്രിപ്പ് നമുക്ക് അതിലേന്ന് പോകണം, ബെൽഗാമി ചെല്ലുന്ന വഴി. ചായബ്രോ പോയിട്ടുണ്ട്. നല്ല ചെറിയ വണ്ടിക്കാരുടെ 6 വീൽ വണ്ടിക്കാരാ കൂടുതലും പോകുന്നതില്ലേ. അത് രായനല്ലായിരുന്നു, മറ്റേ അനിയനായിരുന്നു. അനിയനും രായനാണോ കൂടെ ഉള്ളതെന്ന് ഓർക്കുന്നില്ല. വന്നിട്ട് ഒരു ബൈക്കാരൻ, വീതിയില്ലാത്ത വഴിയല്ലേ, ചെറിയ വഴിയാ, നമ്മളോട് പറയാതെ അതിലേക്ക് കയറി പോകുന്നതാ. ടോളിൽ ലാഭമുണ്ടേ, അന്ന് ഈ ഫാസ്റ്റാകൊന്നും അല്ലല്ലോ. അങ്ങനെ ആ വഴി വന്നിട്ട് ഒരു ബൈക്കുകാരൻ ഇങ്ങനെ വന്ന് നേരെ വന്ന് അങ്ങ് ഇടിച്ചു റൈറ്റ് സൈഡിലേക്ക്. ബൈക്ക് നമ്മുടെ വണ്ടിക്കാരുടെ കുഴപ്പമില്ല, ചെറിയ വഴി ആയിരുന്നുകൊണ്ട് ബൈക്കുകാരൻ സ്പീഡിൽ വന്ന് വണ്ടി വളവിന് വന്ന് വണ്ടിക്കിട്ട് ഇടിച്ചു. അന്നേരം തന്നെ ആൾ മരിച്ചു. ആ അതെ, ശബരിമല സീസണിൽ അയ്യപ്പന്മാർ താമസിച്ചുകൊണ്ടിരുന്ന, സ്വാമിമാർ മാലയിട്ടവർ താമസിച്ചുകൊണ്ടിരുന്ന ഷെഡാ അത്. ആ ഇവിടെ ഇതുപോലെ ഈ എല്ലാപ്പുരം ഈ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യമാണ്. അത് എല്ലാപ്പുരം പോലീസ് സ്റ്റേഷനാണ്. ഒത്തിരി വർഷം മുന്നേ നമ്മുടെ 2 വണ്ടി ഒരുമിച്ച് വരികയാണേ. ഞാൻ ആദ്യം വന്നു, പുറകെ വേറൊരു വണ്ടി. അപ്പോൾ സാരഥി ഒന്നും ഓർക്കുന്നില്ല. അപ്പം ഞങ്ങൾ ഒരുമിച്ച് എന്തോ വെറുതെ വെച്ച് നമുക്ക് ഇന്ന സമയത്ത് അവിടെ ചെല്ലണമെന്നും പറഞ്ഞ് പോരുക. പക്ഷെ മറ്റേ വണ്ടി ഇവിടെ വന്നപ്പോൾ ഇവിടെ പോലീസുകാർ പിടിച്ചു. ഏതോ ഒരു ബൈക്കാരൻ ഈ വണ്ടി തട്ടിയെന്നാണ് ഇവർ പോലീസുകാർ പറയുന്നത്. ശരിക്കും നമ്മുടെ വണ്ടിക്ക് അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല. ഈ വണ്ടി അങ്ങനെ തട്ടിയിട്ടുമില്ല. അപ്പം വണ്ടി പുതിയത് വന്നതേ ഉള്ളൂ. പുതിയ വന്നിട്ടൊരു കുറച്ച് നാളേ ആയുള്ളൂ. അപ്പം ഏതോ ഒരു ബൈക്കുകാരനെ ഏതോ വണ്ടിക്കാരൻ തട്ടിയിട്ട് പോയി, നിർത്താതെ പോയി. അപ്പോൾ ഈ വണ്ടി വന്നപ്പോൾ ഈ വണ്ടിയാണെന്ന് പറഞ്ഞ് പോലീസുകാർ ഇവിടെ പിടിച്ചിട്ടു. എനിക്ക് തോന്നുന്നു 2005-ലോ 2006-ലോ 2005-ലൊക്കെ ആയിരിക്കും. ആ അതെ, കേസിൽ അങ്ങനെ എന്ന് പറഞ്ഞാലും പിടിച്ചു. അപ്പോൾ ഇവരുടെ തട്ടിയിട്ടില്ല ഇവർ പറഞ്ഞ് സമ്മതിക്കുന്നില്ല. അപ്പം ഇവരുടെ ഈ ബമ്പറിൻ്റെ മൂലയിൽ വെള്ളയാന്ന് ബമ്പറിൽ അടിക്കുന്ന നാഷണൽ പെർമിറ്റ് വണ്ടിക്ക് ഒരു ചെറിയ ഒരഞ്ഞ പാട്. എവിടോ ലോഡ് കയറ്റാൻ പോയപ്പോൾ സൈഡൊന്നും ഒരഞ്ഞതാ. അപ്പോൾ അത് വച്ചിട്ട് ഇവരുടെ പേര് കേസെടുത്ത് പോലീസുകാർ. ആ 2-3 ദിവസം വണ്ടി ഇവിടെ കിടന്ന് പിന്നെ എന്നിട്ട് പിന്നെ 2-3 ദിവസം കിടന്ന് പിന്നെ അത് കഴിഞ്ഞാൽ ഈ വണ്ടി റിലീസ് ചെയ്ത് പോയത്. നേരത്തെ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറില്ല, ആക്സിഡന്റ് ഉണ്ടായിട്ട് പോലും നമ്മൾ കേരള വണ്ടി കൊണ്ടുവന്നാൽ നിർത്തരുത്, നിർത്തിയാൽ അത് നിങ്ങളുടെ തല വരും. അതെ എന്ന് പറഞ്ഞാലായിപ്പോയി. ഇപ്പൊ ചെറിയ ഒരു ഒരച്ചിലൊരു വണ്ടിയെല്ലാം ഉണ്ടെങ്കിലും ഒരു നമ്പറൊക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിലും അത് അന്നേരം ക്ലിയർ ചെയ്യണം. പല അങ്ങോട്ട് നമ്മളിപ്പം തട്ടിയിട്ടില്ലെന്ന് പറഞ്ഞ് ഈ ആൾക്കാർ വിശ്വസിക്കണ്ടേ? ഇത് തേച്ച് വെക്കണം. അതെ, അതാണ്. ഇവിടെയൊക്കെ ഇപ്പോഴേ കുറെ ഹോട്ടലുകളൊക്കെ പുതിയ വന്ന് ടൂറിസ്റ്റുകൾ നല്ലപോലെ വരുന്നുണ്ട്. യാന കേവ്സ് ലെഫ്റ്റിലേക്ക് 63, ഗോകർണ 75, മുരുടേശ്വർ 131. ഇതെല്ലാം നമ്മൾ പോകുന്ന വഴിയാ. പിന്നെ ഇവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട് ഈ ലെഫ്റ്റിലേക്ക് പോകുന്നുണ്ട്. അതിന്റെ പേരെന്നാന്ന് ഞാൻ മറന്നുപോയി. നല്ല ഇറക്കമാ, എൻജിൻ ബ്രേക്ക് ഒക്കെ ഇട്ട് പതുക്കെ ഇറങ്ങിപ്പോ. വെയിലൊന്നും ചൂടാല്ലോ കേട്ടോ. താഴെ ചെല്ലുമ്പോ ഒന്ന് ചെക്ക് ചെയ്യണം. ഇതൊരു ചെറിയ ഇറക്കം, താഴെ ചെന്നിട്ട് പിന്നെ വലിയ ഇറക്കം വേറെ ഉണ്ട്. അല്ല, കോ ഡ്രൈവറെ ടെസ്റ്റ് ചെയ്യണ്ടേ ഇടയ്ക്കിടയ്ക്ക്? ഓടിക്കാൻ പറ്റുമോ? ഈ കാട്ടൊക്കെ എത്ര പ്രാവശ്യം ഓടിച്ചിട്ടുണ്ട്. അതുണ്ടോ? സ്കൂളുണ്ടോ? എന്നാ വലിയ ഗ്രൗണ്ടൊക്കെ ആന്ന്. വണ്ടി പറഞ്ഞു. അയ്യോ, മണ്ണുവണ്ടിയാ. പോസ്റ്റിന് ഇലക്ട്രിക് പോസ്റ്റ് കേട്ടോ. ഭാഗ്യമുണ്ട്. ഭാരത് ബെൻസ് ആയിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ ഭാഗത്തെ വീടുകളെല്ലാം നമ്മുടെ കേരളമായിട്ട് നല്ല സാമ്യമുണ്ടല്ലേ? ഇത് കണ്ടില്ലേ? അതെ, ഇവിടെ വരെ നമ്മുടെ എവിടെ വരെ? ഗോകർണം വരെ കേരളമായിരുന്നല്ലോ അല്ലേ? മലയാളികളും ഉണ്ട്. ഇവിടെയുള്ള ആൾക്കാർ നമ്മളുമായിട്ട് നല്ല സാമ്യമുണ്ട്. അപ്പോഴേ നമ്മളിനി ഇറങ്ങാൻ പോകുന്ന ഘാട്ട് ഏതാ? അർബൈൽ ഘാട്ട്. നിങ്ങൾക്ക്
നമുക്ക് എല്ലാപ്പൊരു അതെ, അത് എല്ലാപ്പൊരു ഘാട്ടെന്നാണ് എല്ലാരും പറയുന്നത്. അർബൈൽഘാട്ടെന്ന് പറഞ്ഞാൽ ആരും അറിയത്തില്ല. ഘാട്ട് തുടങ്ങുന്നിടത്ത് അർബൈൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അർബൈലിന് സ്ഥലപ്പേര് അർബൈൽ ഘാട്ടെന്നാണ് അറിയപ്പെടുന്നത്. ഇറങ്ങി ചെല്ലുന്ന സ്ഥലം അർബൈൽ എന്ന് പറയുന്ന സ്ഥലം. പക്ഷേ ആരോട് പറഞ്ഞാലും അർബൈൽ ഘാട്ട് ആർക്കും അറിയത്തില്ല, എല്ലാപ്പൊരു കയറ്റം. അപ്പോൾ നമ്മളുടെ അർബൈൽ ഘാട്ട് ഇവിടുന്ന് തുടങ്ങുകയാണ്. എല്ലാപ്പൊരു ഘാട്ട്. അതെ, അങ്ങോട്ട് പോകുമ്പോൾ ഇത് ഇറക്കമാണ്, ഇങ്ങോട്ട് വരുമ്പോൾ നല്ല കയറ്റമാണ്. വീഡിയോയിലേ തോന്നുന്നു വണ്ടിയിൽ. ഇവിടെ ഒരുപാട് വണ്ടികൾ ഈ പറയുന്ന പോലെ അപകടത്തിൽപ്പെടുന്ന ഒരു ഘാട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിലെ വന്ന് പോയപ്പോഴും 2-3 വണ്ടി കണ്ടായിരുന്നു അല്ലേ? ഇതിന്റെ ആദ്യ നടപടിയായിട്ടാണ് ഒരു വണ്ടി ഇപ്പോൾ അവിടെ മറിഞ്ഞു കിടക്കുന്നത് കണ്ടത്. എപ്പോൾ വന്നാലും ഇവിടെ അപകടങ്ങൾ കാണാതെ പോകുന്നത് വളരെ കുറവാണ്. ഇത് ഈ മണ്ണിന്റെ പരിപാടി വീണ്ടും തുടങ്ങിയെന്ന് തോന്നുന്നു വണ്ടി. ഇതുണ്ടോ? ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതിവിടെ ഒരു വണ്ടി മറിഞ്ഞ് അതേ ഗ്ലാസ് ഒക്കെ കിടക്കുന്നു. അതുണ്ടോ? നൂർത്ത് കൊണ്ടുപോയതാ വണ്ടി, മറിഞ്ഞിട്ട് നൂർത്ത് കൊണ്ടുപോയതാ. ഗ്ലാസ്സൊക്കെ മുളയ്ക്കൽ പുതിയ വണ്ടിയാ, അലയൻ്റെ വണ്ടിയാ അത്. ആ ചെറിയ വണ്ടിയാ അത് 10-12 ടൺ വരെ പാസിംഗ് ഉണ്ടെന്നോ എനിക്ക് തോന്നുന്നത്. 10-15 ഉണ്ടെന്ന് തോന്നുന്നു. മൈലേജ് നല്ല മൈലേജ് ഉണ്ടെന്നാ പറയുന്നത്. ഇപ്പൊ എല്ലാരും അങ്ങനെയുള്ള വണ്ടിയല്ലേ എടുക്കുന്നത്. ക്യാബിൻ കൊള്ളുകയല്ല, ചെറിയ ക്യാബിനാ, ഒന്നിനും സൗകര്യമില്ല. അതെ. നമ്മുടെ ഒരു വണ്ടി ഇന്നാൾ ഈ എല്ലാപ്പൂരും ഇറങ്ങിയപ്പോഴില്ല, താഴെ നിന്ന് കയറി വന്നപ്പോൾ മറിഞ്ഞാ ഇവിടെ കേട്ടോ. ഒത്തിരി നാളായി. അതായത് നമ്മുടെ എന്താന്ന് വെച്ചാലേ, അന്ന് ഈ വഴി കണ്ടമാനം പോയി കിടക്കായിരുന്നു, ഭയങ്കര മറിവൊക്കെ ആയിരുന്നു വഴിക്ക്. ഇതുപോലൊരു ഇങ്ങനെ ഒരു ചെരിഞ്ഞൊരു വളവ് ഈ മുന്നേ കാണുന്ന പോലുള്ള. അതിനാന്ന് വെച്ചാലേ, ഈ പെരുമ്പാവൂരിൽ നിന്ന് പ്ലൈവുഡ് ആയിരുന്നു ലോഡ്. ഈ അന്ന് ഇപ്പോൾ 21 കയറ്റുന്ന വണ്ടിയാൽ അതിൽ കൂടുതൽ കയറ്റി വെക്കും. ഇപ്പോൾ അത് 25 ആയപ്പോഴും 25 പോരാ, 26 അങ്ങനെയുള്ള കൂടുതൽ അങ്ങനെ കയറ്റി വെക്കും ഈ ലോഡ് വിടേണ്ട ആൾക്കാർ. അങ്ങനെ കയറ്റി ഭയങ്കര പൊക്കമായിരുന്നു ക്യാബിന് മുകളിൽ. അപ്പോൾ ഇവിടെ വന്ന് ഒരു ചെരിവുണ്ടായിരുന്നു. ആ ചെരുവിലേക്ക് അങ്ങ് വന്ന് ഡ്രൈവർ പെട്ടെന്ന് വണ്ടി ഇങ്ങനെ ചെരിഞ്ഞപ്പോഴത്തേനും ശരിക്കും കാല് കൊടുത്ത് കയറിപ്പോയാൽ മതിയായിരുന്നു. പുള്ളി പെട്ടെന്ന് ഇങ്ങനെ ചെരിവ് വന്നപ്പോഴത്തേക്കും പുള്ളി ഓർത്ത് വണ്ടി മറിയുമെന്ന് ഓർത്ത് ചവിട്ടി അങ്ങ് നിർത്തിയിട്ട് സൈഡിൽ ഇരുന്ന ആൾ ഇറങ്ങി നോക്കി നിൽക്കുമ്പം വണ്ടി ഇങ്ങനെ പൊങ്ങി ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ അങ്ങ് മറിഞ്ഞു. എന്നിട്ടാക്കിയാലും വേറെ ഒന്നും പറ്റിയില്ല, വണ്ടിക്കും വലിയ പണിയൊന്നുമില്ലായിരുന്നു. കുറച്ച് പ്ലൈവുഡൊക്കെ ഡാമേജായി, പടുതാക്കെ കീറുകയും പിന്നെ ചെറിയ വരച്ചിലും പിടിച്ചിലും സൈഡ് ഗ്ലാസ് പോവുകയൊക്കെ ചെയ്തു, അതേ ഉള്ളൂ. അന്ന് രാത്രി മൊത്തം ഒരു ഉച്ച കഴിഞ്ഞപ്പോഴെങ്ങാണ്ടാണ് മറിയുന്നത്. പിന്നെ ഇത് സാധനത്തിന് കാവലിരിക്കണ്ടേ, വേറെ വണ്ടിയും വന്ന് വേറെ ഡ്രൈവർമാരുടെ അവിടെ ഇരുന്ന് പിന്നെ അവിടെ ഒരു ക്രെയിൻകാരൻ വന്ന് ഇതെല്ലാം ഇറക്കിയിട്ട് വണ്ടി നൂർത്ത് കയറ്റി തരുന്നതിന് ഒരു എമൗണ്ട് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ വന്ന് ഇതെല്ലാം ഇറക്കി വണ്ടി നൂർത്ത് വെച്ചു. എന്നിട്ട് ആലോടെ വണ്ടിയെ തന്നെ കയറ്റി. പിന്നെ വർക്ക്ഷോപ്പിൽ നിന്ന് ഒരാൾ വന്ന് എല്ലാം ഒന്ന് ചെക്ക് ചെയ്തു കഴിഞ്ഞ് വണ്ടിയെ തന്നെ കൊണ്ട് ഇറക്കി. പിന്നെ പ്ലൈവുഡ് കുറച്ച് ഡാമേജ് ആയതിന് കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് കട്ട് ചെയ്തു. ഇവിടെ ഈ ഘാട്ടുള്ളതുകൊണ്ടേ കുറേ ക്രെയിനുകളുണ്ട് ഈ എല്ലാപ്പൂർ ഭാഗത്ത്. അതെ അതെ, അല്ല താഴെയല്ല മുകളിലാണ് കിടക്കുന്ന ക്രെയിനൊക്കെ, നല്ല പൈസയ്ക്കാ പണിയവര്. ഈ കിടക്കുന്നുണ്ടോ, ഇതും ഒരു വണ്ടി വന്ന് മറിഞ്ഞേക്കുന്ന കല്ലും കൊണ്ട് വന്ന വണ്ടിയാ. അതെന്നാ വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഈ വഴി പരിചയമില്ലാത്തവരും പിന്നെ ഇറക്കമാണെങ്കിലും പതുക്കെ വരാതെ ഭയങ്കര സ്പീഡിൽ ഒന്നും ചവിട്ടിയിട്ട് നിൽക്കാതെയും വളവ് അറിയാൻ വയ്യാതൊക്കെ വരുന്ന അങ്ങനെ സംഭവിക്കുന്ന കണ്ടോ. ഇതുപോലെ വേണം ഇറങ്ങി പനി വണ്ടി കണ്ടോ. അപ്പോൾ അതൊക്കെ ഇറങ്ങിപ്പോകുന്നുണ്ടോ, അത് നല്ല വെയിറ്റ് ഉണ്ട്. ഇരുമ്പ് റോളാ, അതൊക്കെ ഭയങ്കര ഡേഞ്ചറാ, പറഞ്ഞു പോകും. അത് കാലി വണ്ടിയാ, അതുകൊണ്ടാ. അതെ, 2018 പ്രളയത്തിൽ ഇവിടെ മൊത്തം ഇടിഞ്ഞു പോയായിരുന്നു. അന്ന് കുറേ സമയത്ത് പിന്നെ ഇതിലെ വണ്ടി പൂർണ്ണമായിട്ട് വഴി ബ്ലോക്ക് ചെയ്തേക്കായിരുന്നു. അത് കഴിഞ്ഞെല്ലാം പണിതായത്, ഇവിടെ എല്ലാം ഇങ്ങോട്ട് കയറ്റിയെടുത്തു. നമ്മുടെ ഒരു വണ്ടി കണ്ണന പെട്ടെന്ന് നോക്കുമ്പം ഒരു പരിചയമുള്ള വണ്ടിയല്ലേ. അതെ അതെ, നെയിം ബോർഡും ഇതൊക്കെ നല്ല പരിചയം. നമ്മുടെ വീഡിയോ എടുത്തോണ്ടിരിക്കും. ഇതുണ്ടോ, ഇവിടെ ഒരു വണ്ടി വന്ന് മറിഞ്ഞ ഗ്ലാസ് കിടക്കുന്നത്, മരമൊക്കെ ചോടോടെ പോയി. ഇതുണ്ടോ ചവിട്ടി ഇറങ്ങി വന്നിട്ട് വീല് ചൂടായിട്ട് നിൽക്കുന്നുണ്ടോ ഈ വണ്ടി. ഇപ്പൊ ഈയിടെ ലൈലൻഡിന് ബ്രേക്ക് പോകാന്ന് ഞാൻ പറഞ്ഞപ്പോഴേ
ചിലരൊക്കെ ലൈലൻഡിനെ കുറ്റം പറയില്ലെന്ന് പറഞ്ഞു. കുറ്റം പറയുന്നതല്ല, അത് ഇപ്പോൾ ആ വണ്ടി അവിടെ ചൂടായി നിൽക്കുന്നുണ്ടോ? അതെന്താന്ന് വെച്ചാൽ ബ്രേക്ക് ഒരു പരിധി കഴിഞ്ഞ് വീല് ചൂടായാലും വണ്ടി നിൽക്കുകയല്ല. ഭയങ്കര അപകടം ഉണ്ടാവും. അത് ആൾക്കാർ അത് നോക്കി സ്ഥിരം ഓടിക്കുന്നവർക്ക് അതിൻ്റെ അറിയത്തില്ല. വേറെ ബ്രേക്കുള്ള വണ്ടി ഓടിച്ചു നോക്കണം, അന്നേരം അറിയത്തുള്ളൂ. ഇപ്പോൾ ഭാരത് ബെൻസൊക്കെ ഓടിച്ചു നോക്കണം. കുറ്റം പറയുന്നതല്ല, നമ്മളും അതുകൊണ്ടല്ല ഇത്ര നാൾ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ കാലത്തിനനുസരിച്ച് മാറുന്നില്ല, അതാണ് അതിന്റെ കാര്യം. നമ്മൾ ഇന്നലെ രാവിലെ വന്നപ്പോഴേ ദുലേന്നൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് ഔറംഗാബാദിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു വണ്ടി ഇതുപോലെ പുകഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ. അതെ, അത് പിന്നെ വീല് ജാമായത്. അത് ലെവൽ റോഡല്ലേ, അതിൽ ലൈനുണ്ടായിരുന്നു. അത് വണ്ടിയുടെ കുഴപ്പമില്ല. ഒരു വീല് ജാമായതുകൊണ്ട് ഡ്രൈവർ അറിയാതെ കുറെ ഓടിയൊന്നു. ഞാനോർത്തത് എല്ലാം തീ പിടിക്കണം, മൊത്തം പുകയുന്നുണ്ട്. മൊത്തം ഇങ്ങനെ പുകയുന്നു. അപ്പൊ നമ്മള് അർബൈൽ ഘാട്ട് ഇറങ്ങി താഴെ വന്നു. ഘാട്ടിറങ്ങി വരുമ്പോൾ ഒരു ക്ഷേത്രമാണ് അർബൈൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സ്ഥലപ്പേരാണ് അർബൈൽ. അപ്പൊ അതുകൊണ്ടാണ് ആ ഘാട്ടിന് അർബൈൽ ഘാട്ട് എന്ന് പറയുന്നത്. അവിടെ വണ്ടി കൊണ്ട് നിർത്തി ആ ആറ്റുവെള്ളത്തിൽ ഇറങ്ങി ഒരു കുളി കുളിച്ചിങ്ങോട്ട് കയറി കഴിഞ്ഞാൽ സംഭവം ഫ്രഷ് ആയി. അതുവരെയുള്ള സകല ക്ഷീണവും പോകും. പ്രത്യേക സുഖമാണ്, ഭയങ്കര സുഖമാണ്. തണുത്ത വെള്ളം അല്ലേ? തണുത്ത വെള്ളം ഒഴുകുമല്ലേ? ആറല്ലേ, നമ്മുടെ കാട്ടരുവിയല്ലേ. ഒരു പുള്ളറ കിടക്കുന്ന. ഇതൊക്കെ എപ്പോ കയറി ചെല്ലുവോ ഈ എല്ലാപ്പേരും മുകളില്? ഓൺ ഡ്യൂട്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. മിലിറ്ററി ഡേ ആണെന്ന് തോന്നുന്നത്. ഉണ്ട്, വേറെ ഉണ്ട്. അത് വേറെ പിള്ളേർ 2 ഉണ്ടെന്ന് തോന്നുന്നു. എന്താണ് എല്ലാപ്പൂര ആറൊക്കെ പണ്ടത്തെ അത്ര ഒരു സുഖം ഇല്ല ഇപ്പൊ. അത്ര ഈ സമയത്ത് ചോദിക്കാവോന്ന് എനിക്കറിയത്തില്ല. നമ്മൾ അവിടെ ഇറങ്ങി കുളിക്കുന്നുണ്ടോ? എങ്ങനെ കുളിക്കണോ? വേണ്ട വേണ്ട, ഞാൻ കുളിക്കുന്നില്ല. ഇല്ലേ? നല്ല തോട്ടി കുളിക്കാം നമുക്ക്, നല്ല കാനന ചോലയിൽ. വേണ്ട 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 വേണ്ട. അത് പാടണം ഇപ്പം. അതാണ് ഇപ്പോഴത്തെ ഒരു ചെറിയ പ്രശ്നം. അപ്പം ഇത് ഗുല്ലാപ്പൂർ അപ്പം എല്ലാപ്പൂരിൽ നിന്ന് ഇറങ്ങി നമ്മള് അർബൈൽ വന്നു. ഇപ്പം ഇത് ഗുല്ലാപ്പൂർ. അതെ, ഗോമാതാവിനോടെ ഗോ എന്ന് പറഞ്ഞാൽ ഗോമാതാവ് മാറത്തില്ല. ഇതെല്ലാം പൈനാപ്പിൾ വണ്ടിയാന്ന് തോന്നുന്നു അല്ലേ? അതെ, പൈനാപ്പിളാ. ഇതാണ് നമ്മുടെ ഇപ്പൊ പറഞ്ഞ കാട്ടരുവിയുള്ള എല്ലാപ്പൂരും എന്ന് പറയുന്ന എല്ലാവരും. പക്ഷെ ശരിക്കും ഇത് എല്ലാപ്പൂരും അല്ല സ്ഥലം, പക്ഷെ എല്ലാപ്പൂരും എന്നാണ് എല്ലാവരും പറയുന്നത്. ഇതുണ്ടോ സവോള വണ്ടികൾ എത്ര എണ്ണ നിൽക്കുന്നത് നോക്കി. ഡ്രൈവർമാരെല്ലാം ഇവിടെ വണ്ടി ഇട്ടിട്ട് കുളിക്കാനൊക്കെ പോയേക്കുക. എല്ലാം തമിഴൻ വണ്ടിയാണ് കേട്ടോ, തമിഴ്നാട് വണ്ടിയാണ്. ഇതുണ്ടോ, ഒഴുക്കൊന്നും ഇല്ല, അതുകൊണ്ട് വെള്ളം മോശമായിരിക്കും. കരോട്ട് മുകളിലത്തെ വശം ഇച്ചിരൂടെ വെള്ളം കാണുമായിരിക്കും, എന്നാലും ഇനിയിപ്പം വെള്ളം കുറയും, അതുകൊണ്ടൊരു സുഖമില്ല. കുളിക്കണ്ടായിരുന്നു രണ്ടുപേർക്കും. ഞങ്ങൾ നാളെ കുളിക്കും. പക്ഷെ നമ്മൾ കരോട്ട് കണ്ടപോലെ അത്രയും ഉണക്ക് ഇങ്ങോട്ട് ബാധിച്ചിട്ടില്ല കേട്ടോ, നല്ല പച്ചപ്പുണ്ട്. വെള്ളമുള്ള ഏരിയ. ആ, ബസ് പോകുന്നു കേരള വണ്ടി. 34 34ആണെന്ന് എനിക്ക് തോന്നുന്നത്. രാമൻകുളി ആ ബസ്സേ 34 24 കേട്ടോ. അപ്പം എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, പുലി, കരടി, മാൻ എല്ലാം ഉണ്ട്. ഒന്നിനെയും കണ്ടിട്ടില്ല. ഒന്നിനെ കണ്ടില്ലെന്ന് പറയല്ല, എത്ര കുരങ്ങന്മാരെ കണ്ടു. എന്റെ ഫ്രണ്ട്സിനെയൊക്കെ എത്ര പേരെ കണ്ടു. അല്ലല്ല, എന്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ എനിക്കിട്ട് ഇടി തരും കേട്ടോ. എന്നാലും നിങ്ങളുടെ ഫ്രണ്ട്സിന് കുറെ ബ്രെഡ് ഒരു പാക്കറ്റ് ഇരുന്ന കുറെ മിച്ചം ഉണ്ടായിരുന്നു, അത് ഞാൻ സൈഡിൽ ഇരുന്ന് കൊടുത്തായിരുന്നു. അല്ല, ഒരു പാക്കറ്റ് കുറച്ചുകൂടി ഇരിപ്പുണ്ട്, അതുകൂടെ കൊടുക്കുക. നമുക്ക് കൊടുക്കാം. ഒരിടത്ത് തന്നെ എല്ലാവർക്കും കൊടുത്താൽ എല്ലാവർക്കും കിട്ടുമല്ലോ. വഴി കാണുന്നവർക്ക് അങ്ങനെ കൊടുത്തു പോവാം. കാണും, നോക്കാം. വജ്രള്ളി ഓരോരോ സ്ഥലപ്പേരല്ലേ. ഇവിടെ ഒക്കെ ഉണ്ടല്ലോ, മഴക്കാലത്ത് നല്ല രസം അവിടെ കാണാൻ. അവിടെയൊക്കെ അന്നേരം നല്ല നെൽകൃഷിയൊക്കെ ഉണ്ട്. അതൊരു സ്കൂളാണ് കേട്ടോ, സ്കൂൾ വിട്ട് പിള്ളേർ പോകുന്ന. ഇന്ന് യൂണിഫോം വേണ്ടാത്ത ദിവസമാണെന്ന് തോന്നുന്നു കേട്ടോ. വിഭൂതി ഫോൾസ് ആ കേട്ടോ, ഇവിടെ ഒരെണ്ണമുണ്ട്. ഇതേ 17 കിലോമീറ്റർ. ഇതേ യാന ഗവർണൊക്കെ ലെഫ്റ്റ്. അതിലേ നമുക്ക് വേണേൽ അപ്പുറത്തെ വഴിയിലോട്ട് പോകാം കേട്ടോ. ഇവിടെ ഞങ്ങൾ രാത്രിയിലൊക്കെ ചായ കുടിക്കാൻ നിർത്തുന്ന ഒരു കടയായിരുന്നു ഈ റൈറ്റ് സൈഡിലൊക്കെ. ഉറക്കം വന്നിങ്ങനെ വരുമ്പം ഇവിടുത്തെ ഒരു അമ്പലം. അത് നാട്ടിൽ നിന്ന് വരികയാണല്ലേ മിക്കവാറും ഇവിടെയൊക്കെ നമ്മൾ വരുമ്പം സാധാരണ രാത്രിയിലായിരിക്കും. ഒരു 12 1 മണി 2 മണിയൊക്കെ നേരം ഇങ്ങനെ ഉറക്കം വന്ന് വരുമ്പം ഇവിടെയൊക്കെ നിർത്തി ചായ കുടിച്ചിട്ടുള്ള ഒരുപാട്. അതെ, എല്ലാം സർക്കാർ സ്കൂളാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ഈ ഹുബ്ലി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന വഴിയിലെല്ലാവേ പിന്നെ മൊത്തം ചെറിയ ചെറിയ കയറ്റങ്ങൾ, ഇറക്കം, അങ്ങനെ കയറ്റമിറക്കങ്ങൾ തന്നെയാണ്. നിരപ്പ് വഴികൾ കുറവാണ്, ഉണ്ട് എന്നാലും കുറവാണ്. മറ്റേ അവിടെ വരെ വന്ന പോലെ അല്ല. ഉണ്ടോ, ഒരു ചെറിയൊരു കയറ്റമാണ്,
ഇവിടുന്ന് കയറി ഇനി അങ്ങോട്ട് ഇറക്കാം. അപ്പം നമ്മളിത് അങ്കോള എത്തി. മെയിൻ ഡ്രൈവറുടെ പ്രിയപ്പെട്ട പമ്പുള്ളത്. അതെ, ഇവിടെയാണ് പ്രിയപ്പെട്ട ഒരു പമ്പുള്ളത്. അതെ അതെ, വഴക്കുണ്ടാക്കിയ പമ്പ ഇവിടെ ഉള്ളത്, പ്രിയപ്പെട്ട ഒന്നും അല്ല. അത് ഈ പമ്പ അല്ലേ? ഈ പമ്പ ഈ റൈറ്റ് സൈഡിൽ തന്നെ കാണുന്ന പമ്പ്. അപ്പോഴേ ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ ഗോവ വഴി ബോംബെക്ക് പോവാം. നമുക്ക് ലെഫ്റ്റിലേക്ക് മംഗളൂർ. ഗോവയ്ക്ക് പിടിക്കണം. ഗോവയ്ക്ക് പോകണം. പക്ഷേ ഈ സാധനം കൊണ്ടാണോ ഗോവയ്ക്ക് പോകുന്നത്? ഇനി ഞങ്ങൾക്ക് ഇവ നേരെ പോവാണോന്ന്. അവിടെ കുഴിയാണ്. അപ്പോഴേ നമ്മൾ വന്ന് NH 66 ഇപ്പോൾ കയറാൻ പോകുന്നത്. 66 വണ്ടിയെ വന്ന് 66 കയറുക. അതെ. അപ്പോൾ അവിടെ ഒരു കടയുണ്ട്, അവിടെ നമുക്ക് ഓരോ ചായ കുടിക്കാം അല്ലേ? MH വണ്ടിയിലെ ഡ്രൈവറാട്ടോ. പൂനക്ക കടിയൊക്കെ അക്ഷയുടെ വണ്ടിയാണിത്, സ്വന്തം വണ്ടിയാണെന്ന് പറഞ്ഞേ. ചായ കുടിക്കാം അല്ലേ? ചായ കുടിച്ചേക്കാം. അക്ഷയ ഇവിടെ കൂടി ഇപ്പോൾ ചായ പറഞ്ഞു. അതെ, അപ്പം ചായയും ബിസ്ക്കറ്റും. അതെ, സ്നാക്സ് ഒന്നുമില്ല. അപ്പം ബിസ്ക്കറ്റും ചായയും അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. പണ്ടേ ഒരു 98, 2000 ആ സമയത്തൊക്കെ വരുന്ന സമയത്ത്, 2003 സമയത്തൊക്കെ വരുമ്പം അന്നത്തെ ഈ റൂട്ടിൽ വരുന്ന രാജകീയ ഹോട്ടലായിരുന്നു ഇത്. ഏറ്റവും വലിയ ഹോട്ടലായിരുന്നു അന്നത്തെ. ഇപ്പം ആ പ്രൗഢിയൊക്കെ അങ്ങ് പോയി. ഇപ്പം ആ പ്രൗഢിയൊക്കെ പോയി, വേറെ ഒരുപാട് ഹോട്ടലുകൾ വന്നു. അന്ന് ഈ പേര് തന്നെ വരദരാജ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്, ബാറും ഒക്കെ കൂടെ കൂട്ടി. അതല്ലേ അന്നത്തെയൊക്കെ ഏറ്റവും ടോപ്പ് ഹോട്ടലായിരുന്നു. ഞങ്ങൾ മിക്കവാറും ഇവിടെ നിന്ന് ചോറിനാനൊക്കെ കയറുന്നായിരുന്നു ഇവിടെ. മെയിൻ ഡ്രൈവർ നമ്മളെ കൊണ്ടുപോകാതെ പോയല്ലോ, വിട്ടുപോയല്ലോ. അതെ, ഇവരെന്നെ കൊണ്ടുവരാതെ പോയതാ കേട്ടോ. ഇതാണ്ട പോന്നു. അതെ, എനിക്കൊരു വണ്ടി കിട്ടി. ആ, ഇപ്പോഴേ ഞാൻ വീഡിയോ എടുക്കാൻ ഇറങ്ങിയപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ എന്നെ നിർത്തിയിട്ട് വിട്ടു പോകുന്നതല്ലേ? ഒരു പങ്കുമില്ല, മെയിൻ ഡ്രൈവർക്ക് മാത്രമേ ഉള്ളൂ. ആ, हाय दीदी, अपन मिले मंगलूर रोड में. हाँ, तो अभी आप किधर जाने वाले? केरला. केरला. मैं मंगलूर जा रहा है. अभी साथ में ही चलो. बाय भैया. ബൈ. വണ്ടിയിലെ യാത്ര എങ്ങനെയുണ്ട്? അതെ, കുഴപ്പമില്ല. ചെറിയ ക്യാബിനാ. ക്യാബിൻ പോരാ. വണ്ടി നല്ല സീറ്റാണോ അതോ പെട്ടിയിലേക്കാണോ കിടക്കാൻ? പുറകിലൊരു ചെറിയ പെട്ട് പോലെ ഉണ്ട്. ആ, അത് മൊത്തം ഇപ്പുറത്തൊന്നും ഇരിക്കത്തില്ല. അതിനകത്തെല്ലാം എന്തോ സാധനം എല്ലാം വെച്ചേക്കുക. ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഒരാളല്ലേ ഉള്ളൂ. ഇതല്ലേ പോന്നേ? അങ്കോളയിലേ വന്നപ്പോഴൊരു കാര്യം ഓർത്തെ. അങ്കോളയിലെ ഒരു മാങ്ങ ഉണ്ട്, ഫേമസ് മാങ്ങ, മറ്റേ കാരി ഇഷാദ് എന്നും പറഞ്ഞുകൊണ്ട്. ഈ സമയത്ത് കിട്ടുകയല്ല. ഇല്ലില്ല, അതൊക്കെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇവിടെ മാങ്ങാപ്പഴം ഇഷ്ടം പോലെ ഉണ്ട്. കാരി ഇഷാദ്. കാര്യം മറ്റേ മീനല്ല കേട്ടോ. അതെ, ഈ ഹൈവേയുടെ ലെഫ്റ്റ് സൈഡ് റെയിൽവേ കൊങ്കൺ റെയിൽവേ. ആ അതെ, കൊങ്കൺ റെയിൽവേ, റൈറ്റ് സൈഡിൽ കടലും. അതെ, നടുക്കൂടെ നമ്മളും മംഗലാപുരം വരെ ഇങ്ങനെ പോകുന്നത്. മംഗലാപുരം വരെ എന്ന് പറയാൻ പറ്റുകയില്ല, നമ്മളങ്ങ് നാട്ടിൽ വരെ അങ്ങനെ തന്നെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഈ അങ്ങ് പോകുന്ന വഴിക്ക് എല്ലാം തന്നെ നല്ല സീ ഫുഡുകൾ ഇഷ്ടംപോലെ കിട്ടും. ഇപ്പൊ വൈകുന്നേരം കഴിക്കാം അല്ലേ? അതെ, ഇടയ്ക്കിടയ്ക്ക് വഴിപണി കുറച്ചുകൂടെ ഒക്കെ തീരാണ്ട്. അതെന്നാ ഒത്തിരി നാളായി ഇങ്ങനെ കിടക്കാൻ വേണ്ടിട്ട്. അതെ, പുതിയ ഹൈവേ അതിലായിരുന്നു. ഇതിലെ എന്തിനാ ഇറങ്ങി പോകുന്നത്? ഇതിലെ മറ്റേ പാലത്തിനടി പോകാൻ വേണ്ടിയിട്ടുണ്ട്. മാങ്ങാപ്പഴം ഉണ്ടെന്നും കൊണ്ട്. ഇപ്പോഴേ പോയാലും മാങ്ങ ഒന്നും കാണുകയല്ല. ഈ പാലത്തിന്റെ അടിയിലെ ഇതാ റെയിൽവേ ലൈൻ. ഇവിടെ ഇങ്ങനെ ഇവിടെ ഉള്ളവരൊക്കെ മാങ്ങ പറിച്ചു വെച്ചിട്ട് പെണ്ണുങ്ങളാണ് കൂടുതലും കച്ചവടം ചെയ്യുന്നത്. അമ്മച്ചിമാരൊക്കെ ഉണ്ട്. അതെ, അത് നോക്കിയെന്നും ഇതിലാ വരുന്നത്. ആ മാങ്ങാപ്പഴത്തിന് ഫേമസ് ആണ് അങ്കോള, കാരി ഇഷാദ്. ഞങ്ങളെ ഒരിക്കലേ ഒത്തിരി വർഷമായി, ഒന്ന് മുത്തും മുന്നൊക്കെ 5ലോ 6ലോ ഒക്കെ പഠിക്കുന്ന സമയത്താണ് പ്രാവശ്യം ഇന്നോവയും കൊണ്ട് ബോംബെക്ക് പോയി. അതുകൊണ്ടോ അതെ, കണ്ടോ? അതുകൊണ്ടോ എല്ലാം പ്രായമുള്ള ആൾക്കാരാണല്ലോ. അവരുടെ മനസ്സ് ചെറുപ്പമായി ഇപ്പോഴും. അവിടെ സൂര്യൻ ചുവന്ന് നിൽക്കുന്നുണ്ട്. അങ്ങ് കാണുന്നതാണ് ഗോകർണം. ഗോകർണം ബീച്ചിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടല്ലോ. അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. പരശുരാമൻ മഴ എറിഞ്ഞ ഗോകർണം. അതെ, ഈ ഹൈവേന്ന് ഒരു 10 കിലോമീറ്റർ റൈറ്റിലേക്ക് പോകണം. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മംഗലാപുരത്തേക്ക് വരുമ്പോൾ റൈറ്റിലേക്ക് ഗോകർണ. നമ്മളത് ഗോകർണം എന്ന് പറയും അല്ലേ? അതെ, ആ വഴിയാ, ആ റൈറ്റിലേക്ക് കാണുന്ന ആ വഴിയാ. മലയാളി പൊളിയല്ലേ, ഇച്ചിരി മാറ്റമൊക്കെ വരുത്തുന്നു. അതെ, അതാണ് ഗോകർണത്തേക്ക് പോകുന്ന വഴി. 10 കിലോമീറ്റർ മാത്രം. അതെ, ഇവിടെ നിന്നല്ലേ മഴ എറിഞ്ഞത്. അങ്ങനെ കേരളം ഉണ്ടായേ. ആ ഗോകർണമാണ് ഇത്. കേരളം ഈ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നല്ലേ? അതെ,
കേരളം വെള്ളമായിട്ടോ. വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നതല്ലേ. അതെ 6 മാസം മഴ. അതെ അതെ, അത് ശരിയാ, അത് ശരിയാ. ഈ 4 ലൈന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരുപാട് പണി തീർന്ന്, പക്ഷെ കുറേ സ്ഥലത്തൊക്കെ ഇങ്ങനെ തിരിച്ചു വിടുന്നുണ്ട്, പണി തീരാത്തതുകൊണ്ട്. ഒത്തിരി വർഷമായി, എന്താ സംഭവം എന്നറിയില്ല. അപ്പോഴേ ഒരു കാര്യം ചെയ്യും, വണ്ടിക്ക് ഇച്ചിരി പിക്കപ്പ് കുറവില്ലേ, വലിയ കുറവില്ലേ, നമുക്ക് ആ മംഗലാപുരത്ത് നാളെ രാവിലെ അത് കാണിച്ചിട്ട് പോകാം. തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. അതെ, കുറേ ട്രിപ്പായി ഇങ്ങനെ, അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. ഈ നിരപ്പ് വഴിക്ക് തന്നെ ഓടുന്നോണ്ടേ ഈ കയറ്റമിറക്കം വരുമ്പോഴേ ഈ വലിയുടെ കാര്യം അറിയത്തുള്ളൂ. നിരപ്പ് വഴിക്ക് ഓടിക്കുമ്പോൾ എന്നാൽ കുഴപ്പമില്ല. ഇവിടെ ഇതേ ഈ അമ്പലത്തിൽ എന്തോ ഉത്സവം തോന്നുന്നു. ഇതേ ലെഫ്റ്റ് സൈഡിലൊരു മന്ദിറുണ്ട്. ഇതേ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉണ്ടെന്ന് തോന്നുന്നു മന്ദിരം. ലെഫ്റ്റ് സൈഡിൽ ചെറിയ മന്ദിരമായിരുന്നു, റൈറ്റ് സൈഡിലായിരുന്നു വലിയ മന്ദിരം കേട്ടോ. അത് കണ്ടില്ല. അപ്പം നമ്മൾ ഗോകർണമൊക്കെ കഴിഞ്ഞിങ്ങ് പോന്നു. ഇത് മിർജാൻ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ ഒരു കോട്ടയുണ്ട്, പഴയ മിർജാൻ ഫോർട്ട്. അത് നമ്മൾ ഇന്നാളെ കണ്ടല്ലേ? കണ്ട അത് അല്ല, കുറച്ചുകൂടെ മുന്നേ ഒന്ന് റൈറ്റിലേക്ക് പോകണം. റൈറ്റിലേക്ക് ഒരു 1/2 കിലോമീറ്ററേ ഉള്ളൂ, അധികം ദൂരമൊന്നുമില്ല. ഇവിടെ ഓപ്പൺ ആയി കേട്ടോ. ഈ മല തുറന്ന് 2 സൈഡും മണ്ണ് മൊത്തം എടുത്ത് മാറ്റിയിട്ട്, അല്ലെങ്കിൽ അപ്പുറത്തൂടെ കറങ്ങി വളഞ്ഞല്ലേ വന്നോണ്ടിരുന്നത്. ഇപ്പോൾ അത് നേരെ പണികൾ നടക്കുന്നുണ്ട്, പക്ഷെ വളരെ സ്ലോയിലാണ് നടക്കുന്നത്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് സിർസി പോകുന്ന വഴി. സിർസി പോയിട്ടില്ല കേട്ടോ. സിർസി ഞാൻ പോയിട്ടുണ്ട്, 10-60 കിലോമീറ്റർ ഉണ്ട്. ഞാൻ പോയിട്ടില്ലെന്നാ പറഞ്ഞത്. അതെ, കുന്താപൂർ 111, മുരുടേശ്വർ 48 കിലോമീറ്റർ. അപ്പോഴേ ഇന്ന് അധികം ടോളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ടോളി വന്നിട്ടുണ്ട്. എത്രയാണെന്ന് നോക്കാം. ഇവിടെ 550 രൂപ. ഇന്നത്തെ ടോളിന്റെ കൂടെ കൂട്ടി ഇന്നലെ കൊടുത്തിട്ടുണ്ടല്ലോ. അതെ അതെ അതെ, ഇന്നലെ ഇഷ്ടംപോലെ ടോൾ ഉണ്ടായിരുന്നു. ഇവിടെ 550 രൂപ. ഇവിടെ നല്ല അടിപൊളി ഒരു വാഷ്റൂം ഒക്കെ ഉണ്ട്. ഇത് നല്ല വാഷ്റൂമാണ് ഇവിടുത്തെ. ഇവിടെ നമുക്ക് എന്തായാലും കഴിച്ചിട്ട് പോവാം. ഇതിപ്പോൾ 1 ഹവറായി. ഇപ്പോൾ കുറേ നോക്കിയാക്കിയാലും ഒരു കട കണ്ടിട്ടുണ്ട്, നമ്മുടെ ഫിഷ് ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു കട, സീ ഫുഡൊക്കെ ഉള്ള. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ അവിടെ ഒതുക്കിയിട്ട് അപ്പോൾ കഴിച്ചേക്കാം. എന്നാൽ ഈ കടയിൽ നമ്മൾ പല പ്രാവശ്യം വന്ന് കഴിച്ചിട്ടുള്ളതാണ് നേരത്തേക്ക് ഇതുവഴി പോകുമ്പോൾ. അപ്പോഴേ മീൻ ഇപ്പോൾ കൊണ്ടുവരും, ഏതാ വേണ്ടതെന്ന് പറഞ്ഞു. നമുക്കറിയാന്നേ പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് ഏറ്റവും അവസാനം മത്തിയ തരുന്നെങ്കിൽ. അതെ അതെ, അപ്പോൾ നമ്മുടെ ഫിഷ് ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. ഇത് അയല തവ ഫ്രൈ, റവ ഫ്രൈ അല്ല തവ ഫ്രൈ. ഇത് പിന്നെ നമ്മുടെ പ്രോൺ സുർക്ക, ഇത് മസാല ഫ്രൈ. അപ്പോൾ ഇത് 3 എണ്ണം നമ്മുടെ അയല വറുത്ത കേട്ടോ. ഇത് മീൻചാറ്, പിന്നെ ഇത് നമ്മുടെ കക്ക, ഇത് മീൻ തോരൻ അല്ല മീൻ ചമ്മന്തി, ഇതിന് വഴുതനങ്ങ കറി. ഒരു കണ്ടില്ലേ നമ്മളെ? കണ്ടൊരു വണ്ടി നമ്മളെ കണ്ടു. നമ്മുടെ ഒരു വണ്ടിയായിരുന്നു. അപ്പോൾ അവർ ഫുഡൊക്കെ കഴിച്ചെന്ന് പറഞ്ഞു. അവരങ്ങ് പോയി. അതുകൊണ്ട് നമുക്കും പോയേക്കാം. പോട്ടെ. ശരാവതി നദി ഏത്? ആ സൈഡ് കടലല്ലേ? കടലായതുകൊണ്ട് ഇവിടെയൊക്കെ എപ്പോൾ വന്നാലും വെള്ളമുണ്ട് ഈ നദിയിലൊക്കെ. അതെ അതെ, അവിടെ അല്ല. അതുപോലെ തന്നെ ഇവിടെ ഇത് ഫിഷ് മാർക്കറ്റ് കാണുന്നതല്ല, അവിടെ ഇഷ്ടംപോലെ ഫ്രഷ് മീൻ കിട്ടും. ഈ നദിക്ക് 1 കിലോമീറ്റർ വീതിയുണ്ട് ഇവിടെ കേട്ടോ. ഇവിടെ പണ്ട് ജങ്കാറായിരുന്നു ഈ പാലം വരുന്നതിന് മുമ്പ്. അത് ഇവിടെ ആയിരുന്നല്ലോ അല്ലേ? പണ്ടേ ഇവിടെ ജങ്കാറായിരുന്നേ, പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ലോറിയൊക്കെ ജങ്കാറിലായിരുന്നു അക്കരയ്ക്കര കിടന്നത്. ഉത്സവം ആയതുകൊണ്ടാന്ന് തോന്നുന്നല്ലേ ലൈറ്റൊക്കെ ഇട്ടേക്കുന്നത്. ഇവിടെ എല്ലാം ഉത്സവം തോന്നുന്നു. വന്ന അമ്പലങ്ങളിലെല്ലാം ഇതുപോലെ ലൈറ്റ് ഇട്ടേക്കല്ലായിരുന്നു മൊത്തം. അല്ല, ഇനിയിപ്പം നമ്മുടെ നാട്ടിലോട്ട് ഉത്സവങ്ങളുടെ കാലമാണല്ലോ. ഉത്സവവും പെരുന്നാളും. തവാ ഫ്രൈ ഒക്കെ കഴിച്ചപ്പോഴത്തേനും ഒരാൾക്ക് ഉറക്കം വന്നെന്ന് തോന്നുന്നു കേട്ടോ. ഇതാ കാസർഗോഡ് കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഒരു ശകല ഉള്ളിലോട്ടാ കാസർഗോഡ്. ഇനിയിപ്പം കാസർഗോഡിന് പോകണം. നമുക്ക് നമ്മുടെ കാസർഗോഡ് പോവാം. 2 പേര് അവിടെ ഇരുന്ന് ഇങ്ങോട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. മുരുടേശ്വർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന കവാടം ഇത്. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ മിച്ചമുണ്ട്. അതിനെ കാണത്ത് പോലും ഇല്ലല്ലേ. 2 പശുക്കിടാവുകള്. ഇപ്പൊ ആ സ്കൂട്ടറുകാരനോട് വീടാനെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് പണി തീരാനുണ്ടല്ലേ. അല്ല, ഇത് ബത്കലാ, ഇത് ടൗണാ ബത്കൽ. അതെ, എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി കേട്ടോ. ഞാനിങ്ങനെ മാറിയേ. ഇത് ഷിരൂർ ടോൾ പ്ലാസയാ. ഈ റൂട്ടിലേ ഇത്രയും വണ്ടികളൊക്കെ ഉള്ളന്നേ. പിന്നെ കുറച്ച് വണ്ടി കുറവുണ്ട് പൊതുവേ. രസമുണ്ട് ആ ബിൽഡിംഗ് ആണല്ലേ. ഇവിടെ 520 രൂപ. നമ്മുടെ ഒരു വണ്ടി അവിടെ കിടപ്പുണ്ടല്ലോ. അതെ അതെ, രാവിടിക്കാനും കണ്ട് നിർത്തിയാന്ന് തോന്നുന്നു. നമ്മളെ കണ്ടില്ല. നമുക്കേ മംഗലാപുരത്ത് മുൾക്കിയിൽ കയറണ്ടേ, ഷോറൂമില്.
പിന്നെ അവനെ വിളിച്ച് ഏൽപ്പിക്കുക ഇച്ചിരി കഴിയുമ്പോഴേ. ആ അതെ, ഒത്തിരി താമസിക്കാൻ നമ്മളവിടെ ചെല്ലുമല്ലോ. ചെല്ലും. 2-3 മണിക്കൂർ ഓടിയാൽ മതി. ആ ഇവിടെയൊക്കെ പണ്ടേ ആ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ വെള്ളം ഒഴുകി വരുന്നുണ്ടായിരുന്നു മഴക്കാലത്ത്. വണ്ടിക്കാരിൽ ഇവിടെ എന്താ വണ്ടിക്കാരിലെ ഇവിടെ നിർത്തി കുളിക്കും. എല്ലാം മീൻവണ്ടി അല്ലേ? അതെല്ലാം മീൻ വണ്ടിയാ. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമുക്ക് വീണ്ടും കാണാം.